presents the skit Agape. Our skit is the story of a family which shows us how agape can play a role in our day-to-day lives. Agape is the love of and from God. We receive agape love from God freely, but can we love the same way? Due to our human nature, we fall short of the perfect love. But because of God's unconditional love, we can love each other. Satan, why have you come here? Me? I have just come here to look at how selfish your creatures are. My children, while they may have their flaws, always love me and one another. Oh, really? Give me one example of humans being unselfish and loving. Satan, you have only to look down on earth to see how compassionate they are. മോളെ കാപ്പിയായോ? നേരം 8:30 ഇച്ചിരി ചൂട് കാപ്പി കിട്ടിയാൽ. ഓ എന്റെ തമ്പുരാനെ, ഞാൻ പടുത്തു. വെളുപ്പിന് 4 മണിയായപ്പോ തുടങ്ങിയതാ ഈ കുക്കിങ്. പള്ളിയിലെ പരിപാടിക്ക് വേണ്ടിയേ എങ്ങനെ കലി വരാതിരിക്കും? ഓ, ഒരു കെട്ടിയവനുള്ളത് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല. നല്ല സുഖമായി കൗച്ചിലിരുന്ന് ഫേസ്ബുക്കും വാട്സാപ്പും തോണ്ടിക്കൊണ്ടിരിപ്പുണ്ട്. എന്റെ പുന്നാര മക്കളോ, ഒരു പ്രയോജനവുമില്ല. അന്നേ ഞാൻ പറഞ്ഞതാ ഈ വീഡിയോ ഗെയിം ശരിയാകത്തില്ല എന്ന്. എന്റെ കർത്താവെ, ഏത് നേരത്താണോ ഈ സാധനം വാങ്ങി കൊടുക്കാൻ തോന്നിയത്? ഹലോ മനുഷ്യ, നിങ്ങൾ ഇത് വല്ലതും കാണുന്നുണ്ടോ? അതെങ്ങനെയാ? ഭാര്യ എന്നൊരാളെ കുറിച്ച് ഒരു ചിന്തയും പോലുമില്ല. യെസ് ജിമ്മി, എടാ നീ വോളിബോളിന് പോകുമ്പോ ഞാൻ കൂടെ വരാം. പിക്കപ്പ് ചെയ്യാമോ? പിന്നെ തീർച്ചയായും വരാം. ആക്ച്വലി ഇന്ന് വേണ്ട. ഒരുത്തി ഇന്നിവിടെ മോന്ത വീർപ്പിച്ചിരിക്കുന്നുണ്ട്. കിച്ചണിൽ നല്ല പണിയുണ്ടേ. ഞാനും മക്കളും തിരിഞ്ഞ് നോക്കിയിട്ടേയില്ല. അതുതന്നെ ഇഷ്യൂ. 100-300 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണം നമ്മുടെ പള്ളിയിലെ. ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ? പാവം ആ പെൺകൊച്ച്. നിന്നെ കെട്ടിയ കാലം മുതൽ അതിന് കഷ്ടപ്പാടാ. എന്റെ മോളെ ദേഷ്യം പിടിപ്പിക്കുന്നത് നിന്റെ ഈ അലസതയാ. കുത്തിയിരിക്കുന്നത് കണ്ടില്ലേ? നാണമുണ്ടോടാ? എന്നാ പറയാനാ? പണ്ടേ നിന്നെ വല്ല സെമിനേരിയിലും വിട്ടാൽ മതിയായിരുന്നു. കുറച്ച് മര്യാദയും ഡിസിപ്ലിനും എങ്കിലും പഠിച്ചേനെ. അച്ഛനായില്ലേലും വേണ്ടില്ല. Dad, I don't think Mom is feeling so well. She's lying on the bed and looks very sad and tired. Papa, I also heard Mommy yelling at us and complaining about the 3 of us earlier. I know. She didn't look very happy to me. You know, your mother is a very hard-working woman who's always taking care of us boys. Sometimes we take her for granted and forget how she is feeling. Come, let's go and apologize to her.
Mom, I'm so sorry for not helping you with the chores. Me too, Mom. We're both very sorry that we didn't help you. We got distracted by video games and forgot that you were working so hard. I'm so sorry, kids, for yelling at you guys earlier. I didn't mean to. I was just feeling really bad and didn't know how to control my temper. But now I feel so happy when you came to see me, and let us never again be a split family, but a family guided and protected by our God, who gave me this wonderful family. എൻ്റെ പൊന്നു റിൻസി, നീ എന്നോട് ക്ഷമിക്കും. ഒരുപാട് തവണ ഞാൻ നിന്നെ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. ലോകകാര്യങ്ങളും കൂട്ടുകെട്ടുമായി ഞാൻ നിങ്ങളെ എല്ലാം മറന്നു. എൻ്റെ ഭാര്യ, പിള്ളേർ, വിശ്വാസം ഒന്നിനും വേണ്ട സമയം കണ്ടെത്തിയില്ല. I know, I've been very selfish. Please, can you forgive me? ഇന്നു മുതൽ നല്ല അപ്പനും ഭർത്താവുമാകാൻ ഞാൻ തീർച്ചയായും ശ്രമിക്കാം. I promise you, dear. ഓ കർത്താവേ സ്തുതി. എല്ലാവരും തമ്മിൽ യോജിപ്പായല്ലോ. എല്ലാം ക്ഷമിക്കാനും മറക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ മോളെ, എനിക്ക് വല്ലതും താ. വിശന്നിട്ട് വയ്യ. മണി 9 കഴിഞ്ഞു. ഈ വയസ്സിന് ഇച്ചിരി ഭക്ഷണം തായോ. Hurry up, Princy. Make something to eat for daddy. അല്ലെങ്കിൽ ഇനിയും തുടങ്ങും ഇവിടുത്തെ യുദ്ധം. പിന്നെ ഒന്നും അവസാനിക്കില്ല. തുടങ്ങും പരാതി പറച്ചില്. മക്കളെ, അപ്പയ്ക്ക് വോളിബോൾ കളിക്കാൻ പോകണം കേട്ടോ. ചർച്ച് പിക്നിക്കിന് നമുക്ക് കളി ജയിക്കണ്ടേ? എന്റെ അഭിമാനത്തിന്റെ കാര്യമാണ്. ഓ കൊള്ളാം, ഇത്രയും നേരം പറഞ്ഞതെല്ലാം വെറുതെ ആയിരുന്നല്ലേ. നിങ്ങളുടെ തലയിൽ ഒന്നും കേറില്ല. എന്റെ വിധി, എന്റെ ഈശോയെ. Oh, sorry dear, my bad. What I meant to say was, hey kids, let's help mom in the kitchen and with whatever else she needs help with. We have lots of work to do for our Barley's Agape program.